മാംഗല്യം. ജാൻവി ജഗന്റെ നോട്ടം നേരിടാൻ കഴിയാതെ മിഴികൾ ഇറുക്കിയടിച്ചു നിൽക്കുകയാണ്. ജഗൻ പതിയെ അവളെ ഇടുപ്പിലൂടെ ചുറ്റി തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ അവളുടെ മുഖത്തേക്ക് ഊതി. വെള്ളത്തുള്ളികൾ പടർത്തുന്ന തണുപ്പിനൊപ്പം അവന്റെ ശ്വാസം കൂടിയായപ്പോൾ അവൾക്ക് വല്ലാതെ കുളിർന്നു. ജാൻവി ഒരു പിടച്ചിലോടെ മിഴികൾ വലിച്ചു തുറന്നു. ജഗ മാറിക്ക്, എനിക്ക് ഫ്രഷ് ആവണം. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അവന്റെ കണ്ണിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് കണ്ടതും ജാൻവിയുടെ വെപ്രാളം വീണ്ടും കൂടി. പ്ലീസ് ജഗൻ, അവൾ ചുണ്ടുകൾക്കിടയിൽ വെച്ച് മെല്ലെ മന്ത്രിച്ചു. അവളിലൂടെ അവന്റെ പിടുത്തം കൂടുതൽ ശക്തിയിൽ മുറുകി. ഇരുവരും മുഴുവനായി നനഞ്ഞു കുതിർന്നു നിൽക്കുകയാണ്. ജഗന്റെ നോട്ടം അവളുടെ മുഖത്തു നിന്നും മെല്ലെ താഴേക്ക് പതിച്ചു. അവന്റെ മിഴികൾ സഞ്ചരിക്കുന്നത് തന്റെ ഉടലിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞതും ജാളിതയോടെ ജാൻവി ഇരു കൈകളും മാറിന് കുറുകെ വെച്ചു. ജഗൻ ആ കൈകൾ മെല്ലെ അടർത്തി മാറ്റി വീണ്ടും അവളെ തന്റെ ഉടലോട് ചേർത്തു പിടിച്ചു. അവളുടെ മൃദുലതകൾ അവന്റെ നെഞ്ചിൽ അമർന്നു. അതേസമയം തന്നെ ജഗൻ തന്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിപ്പിച്ചു. ജാൻവി അവനെ തിരികെ പുണരാൻ മടിച്ചുകൊണ്ട് ഇരു കൈകളും താഴേക്കിട്ട് വെറുതെ അവന് വിധേയപ്പെട്ട് നിന്നുകൊടുത്തു. അവന്റെ കൈകൾ അവൾ ഇട്ടിരുന്ന ടീഷർട്ടിനുള്ളിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങിയതും ഒരു പിടപ്പോടെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ കൂടുതൽ ശക്തിയിൽ അവൻ അവളെ വീണ്ടും വീണ്ടും തന്നോട് ചേർത്ത് പിടിച്ചു. പിന്നെ പതിയെ നനഞ്ഞൊട്ടിയ അവളുടെ മുടിയിഴകൾ വകഞ്ഞു മാറ്റി വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കഴുത്തിലേക്ക് തന്റെ അതിരം പതിപ്പിച്ചു. അതിരങ്ങൾക്കൊപ്പം ദന്തങ്ങൾ കൂടി അവിടെ ചിത്രം വരച്ചു തുടങ്ങിയതും ജാൻവി എരിവ് വലിച്ചുകൊണ്ട് കുതിരി മാറാനൊരു ശ്രമം നടത്തി. അവൻ അവളെ അടക്കി പിടിച്ചു. പിന്നെ മെല്ലെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു തുടങ്ങി. ലക്ഷ്യമില്ലാതെ തന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു മാറുന്ന അവന്റെ കൈകളുടെ തണുപ്പ് ജാൻവി സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി. അവനും പൂർണ്ണമായി നനഞ്ഞിരുന്നു. ജഗൻ, ജാൻവി ശബ്ദം താഴ്ത്തി വിളിച്ചു. പ്ലീസ്. ചുവന്നുപോയ തന്റെ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കുവാൻ പാടുപെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ജഗൻ അവളെ തന്നെ നോക്കി നിന്നു. മൊത്തത്തിൽ ചുവന്നു തുടുത്ത് നാണത്താൽ മുഖമുയർത്തി തന്നെ നിന്ന് നോക്കാൻ പോലും കഴിയാതെ നിൽക്കുവാണ് പെണ്ണ്. അവളുടെ ആ നാണത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ ജഗൻ മെല്ലെ പുറത്തേക്കിറങ്ങി. ജാൻവി ധൃതി പിടിച്ച് ബാത്റൂം ഡോർ അടച്ചു കളഞ്ഞു. പുറത്തേക്കിറങ്ങിയ ജഗൻ മാറ്റാനുള്ള വസ്ത്രങ്ങളും എടുത്ത് തൊട്ടടുത്ത റൂമിലെ ബാത്റൂമിലേക്ക് പോയി. ശേഷം ഫ്രഷായി റൂമിലേക്ക് തിരികെ വന്നു. അപ്പോഴും ബാത്റൂമിന്റെ ഡോറ് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതേസമയം നിന്നെടുത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും ആവാതെ അല്പം മുമ്പ് സംഭവിച്ച ജഗന്റെ പ്രവൃത്തികളില് കുഴഞ്ഞു നിൽക്കുകയാണ് പെണ്ണവിടെ. ജഗൻ ജാൻവിയുടെ കബോർഡ് തുറന്ന് അവൾക്ക് കുളിച്ചു മാറാൻ ആവശ്യമായ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ബാത്റൂം ഡോറിൽ പതിയെ തട്ടി. അതേസമയം ഡോറിൽ ജഗൻ തട്ടുന്നുണ്ടെന്നറിഞ്ഞതും ജാൻവി വാതിൽ തുറക്കാൻ മടിച്ചു. അവൾക്ക് എന്തോ ഒരു വല്ലായ്മ. ജാൻവി, വാതിൽ തുറക്ക്, ദാ തനിക്കുള്ള ഡ്രസ്സ്. ജഗന്റെ ശബ്ദം മറുഭാഗത്തുനിന്ന് കേട്ടതും ജാൻവി പതിയെ വാതിൽ തുറന്നു. ശേഷം ഒരു കൈയെത്തിച്ച് ഡ്രസ്സ് വാങ്ങി. ഡ്രസ്സ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നേരം ആ കയ്യിലൊന്ന് തഴുകി വിടാൻ അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ജാൻവി ഡ്രസ്സ് അടങ്ങിയ കൈ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് വാതിൽ ചേർത്തടച്ചു. അവളുടെ ആ പ്രവൃത്തി അവനിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിയിച്ചു. പിന്നെ മെല്ലെ കുളിച്ച് ജഗൻ കൊടുത്ത വസ്ത്രവും ധരിച്ചു മാറി അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ജഗനെ അഭിമുഖീകരിക്കാൻ ചെറിയ നാണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തൽക്കാലം അവൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ജഗനെ ഓഫീസ് റൂമിലും ലിവിംഗ് റൂമിലും കാണാതായതോടെ അവൻ അടുക്കളയിലായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. ആ സമയം അവരിരുവർക്കും വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്യുകയാണ്. ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു. ഫ്രൈ ചെയ്ത് ചിക്കനും കുറച്ച് ലെറ്റ്യൂസും സോസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റോൾ ഉണ്ടാക്കി 2 പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ജഗൻ. ജാൻവിയെ കണ്ടതും അവനൊരു പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. മടിയോടെ അതും വാങ്ങി അവൾ ഡൈനിങ് റൂമിലേക്ക് പോയി. തൊട്ടു പിന്നാലെ അവനും. ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും അറിയാതെ പോലും തന്റെ ഒരു നോട്ടം ജഗനിലേക്ക് പോകരുതെന്ന് എന്തോ നിർബന്ധമുള്ളതുപോലെയായിരുന്നു ജാൻവിക്ക്. അതേസമയം അവൻ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ജാൻവിയെ തന്നെ നോക്കുന്നുണ്ട്. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ജാൻവി ബാൽക്കണിയിൽ നിൽക്കുന്ന സമയം ജഗൻ അവൾക്ക് അടുത്തേക്ക് വന്നു. ഒരു കൈകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾക്കിപ്പോഴും പരിഭവമാണ്. ഇന്നലെ രാത്രിയിലെ ജഗന്റെ പിണക്കം ഓർത്ത്. എടോ, ഇതുവരെ മാറിയില്ലേ തന്റെ ഈ പിണക്കവും പരിഭവവും ഒക്കെ? പെട്ടെന്ന് താനതൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നറിഞ്ഞപ്പോ
തനിക്കൊരു കാര്യം അറിയോ? മിതു അബിയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിനേക്കാൾ കൂടുതൽ ദേഷ്യം എനിക്ക് തോന്നിയത് താൻ ആ സത്യങ്ങളൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചുവെന്നറിഞ്ഞപ്പോഴാണ്. ജാൻവി കുറ്റം ചെയ്ത ഒരു കുട്ടിയെ പോലെ മുഖം കുനിച്ചു. ജഗൻ പതിയെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുയർത്തി. നോക്ക്, ഇനി ഇങ്ങനെ എന്റെ മുമ്പിൽ മുഖം കുനിച്ചു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. എന്ത് തന്നെയാണെങ്കിലും തനിക്ക് എന്നോട് പറയാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ജാൻവി അതൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചത്? സോറി ജഗൻ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സാരമില്ല, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. നമുക്ക് തൽക്കാലം അത് മറക്കാം. ജഗൻ അതും പറഞ്ഞുകൊണ്ട് ജാൻവിയെ ചേർത്തു പിടിച്ചു. പക്ഷെ ഒരു നോവായി ജാൻവിയുടെ മനസ്സിൽ അബിയും മിതുവും അപ്പോഴും അവശേഷിച്ചു. ജാൻവി മെല്ലെ ജഗന്റെ മുഖത്തേക്ക് നോക്കി. തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ജഗൻ ആർദ്രമായി അവളോട് ചോദിച്ചു. ഉണ്ട് എന്ന അർത്ഥത്തിൽ ജാൻവി തലകുലുക്കിയതും ജഗൻ അവളെ കേൾക്കാൻ തയ്യാറായി. അവൾക്ക് അഭിമുഖമായി നിന്നു. ജഗൻ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അബി. ജാൻവി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജഗന്റെ മുഖം മാറി. അതവളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അവൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞേ പറ്റൂ എന്ന വാശിയിൽ തന്നെ നിന്നു. ജഗൻ, അബിക്കും മിഥുവിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനതിന് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാത്തത് ജഗനി പറഞ്ഞതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങളും അവർ തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ അവൻ എല്ലാ കാലത്തും ഇങ്ങനെ ആവില്ല ജഗൻ. നല്ല കാലിബറുള്ള പയ്യനാ. ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഉറപ്പായും ജീവിതത്തിലെ വിജയങ്ങൾ കീഴടക്കാനുള്ള സ്പാർക്ക് ഉണ്ട് അവന്റെ ഉള്ളിൽ. മാത്രമല്ല, അവന്റെ അംബീഷൻ പോലും സിവിൽ സർവീസ് നേടിയെടുത്ത് നമ്മുടെ രാജ്യത്തെ സേവിക്കണമെന്നാണ്. ജഗൻ ഒരിക്കൽ കൂടി ചിന്തിച്ചൂടെ? ഇത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ ഇപ്പോഴേ എടുക്കണോ? ജാൻവി പതർച്ചയോടെ ചോദിച്ചു. ജഗൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ മുഖത്തെ കടുപ്പം കണ്ടപ്പോ ജാൻവിക്ക് മനസ്സിലായി അവനിനി അക്കാര്യം സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാന്ന്. ജാൻവി ഒന്നും പറയാതെ മെല്ലെ അവനോട് ചേർന്ന് നിന്നു. ബാൽക്കണിയിൽ നിന്ന് കാണുന്ന കായലിന്റെ മനോഹരമായ ദൃശ്യത്തിൽ മിഴികൾ ഉടക്കി. ഇരുവരും അല്പനേരം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ആ നിൽപ്പ് നിന്നു. ജാൻവി, നമുക്കൊരു യാത്ര പോയാലോ? ജഗൻ മെല്ലെ അത് ചോദിച്ചപ്പോഴേക്കും ജാൻവി മുഖമുയർത്തി അവനെ നോക്കി. എവിടേക്കാ ജഗൻ? എവിടേക്ക് വേണമെങ്കിലും. താൻ തീരുമാനിച്ചോളൂ എവിടേക്ക് പോകണമെന്ന്. അതിനുവേണ്ടി ഞാൻ തനിക്കൊരു ദിവസം തരും. ആ ദിവസത്തിനുള്ളിൽ നമുക്കൊരു 1 വീക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം താൻ ചൂസ് ചെയ്യേ, നമുക്ക് പോകാം. ശരിക്കും? ജാൻവി ചിരിയോടെ അവനെ നോക്കി. അതേടോ, ശരിക്കും. അപ്പോൾ ജഗന് ലീവ് കിട്ടുമോ 1 വീക്ക്? ഞാൻ ഓൾറെഡി ലീവിലാണല്ലോ. ജഗൻ പറഞ്ഞതും ജാൻവി വിശ്വാസം വരാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതേടോ, ഞാനൊരു 15 ദിവസത്തെ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് വൈകിട്ട് സാങ്ഷനായി കിട്ടുകയും ചെയ്തു. എന്തോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് സമയൊട്ടും കിട്ടാത്തതുപോലെ എനിക്ക് തോന്നുന്നു. തനിക്കും അത് ഇതിനോടകം തന്നെ തോന്നിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ജഗൻ അത് പറഞ്ഞപ്പോ ജാൻവി ഒരു കള്ളച്ചിരിയോടെ മുഖം താഴ്ത്തിക്കളഞ്ഞു. സത്യമാണ്, ജഗനൊപ്പം തനിക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ലെന്ന് അവനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവൾ ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും പരിഭവം പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, താനൊരു നല്ല സ്ഥലം ചൂസ് ചെയ്യാം, നമുക്ക് പോകാം. തൽക്കാലം എനിക്ക് കുറച്ച് വർക്ക് കൂടി പെൻഡിങ് ഉണ്ട്. അതും കൂടി ചെയ്ത് അവസാനിപ്പിച്ചാൽ പിന്നെ 15 ദിവസത്തേക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്കങ്ങ് പോകാം. ജഗൻ അവളുടെ കവളിൽ തട്ടി അത് പറഞ്ഞുകൊണ്ട് അവന്റെ ഓഫീസ് റൂമിലേക്ക് പോയപ്പോൾ ജാൻവി ചിരിയോടെ തൊട്ടു മുന്നിലെ മനോഹരമായ കായൽ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടുകൊണ്ട് അതേ നിൽപ്പു നിന്നു. വീശിയടിച്ച പാതിരാക്കാറ്റ് അവളെ പുണർന്നകന്നുപോയി. മനസ്സിലെ പരിഭവങ്ങളെല്ലാം മാഞ്ഞുപോയതിന്റെ പ്രതീകമായി ജാൻവിയുടെ അധരങ്ങളിൽ അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ എന്തൊക്കെയോ സന്തോഷങ്ങൾ തന്നെ തേടി വരാൻ പോകുന്നുവെന്ന് അവളുടെ ഉള്ളം മന്ത്രിച്ചു. ജഗന്റെ മാത്രം ആവാൻ, അവനെ കൂടുതൽ അറിയാൻ, അവനെ മനസ്സറിഞ്ഞ് പ്രണയിക്കാൻ, അവന്റെ പ്രാണനിൽ അലിഞ്ഞില്ലാതാവാൻ അവളും കൊതിച്ചുപോയി.